ഫ്ലാഷ് ബാക്ക്. പിന്നെ അഖിൽ മാരാറിനോട് മാരാര കൊട്ടിയാൽ മാക്രി അറിയുമായിരിക്കും, പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ അറിയത്തില്ല. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. കുറച്ചുപേരെ ആള് മാറിയിട്ടാണോന്ന് അറിയത്തില്ല. എനിക്ക് 2 ദിവസമായിട്ട് ഉണ്ട കണ്ണും തള്ളിപ്പിടിച്ച് ഒരു പെൺകുട്ടിയും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഈ ഉണ്ടക്കണ്ണ് തള്ളിപ്പിടിച്ച് ഇങ്ങനെ അതെനിക്ക് തോന്നുന്നു എന്തോ കണ്ട് പേടിച്ചതാന്ന് തോന്നുന്നു കേട്ടോ. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. വിഷമം വരും. കാര്യം 1.5 ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടി കൊടുത്തപ്പോ ആരോ അടിച്ചു പുറത്താക്കി വിട്ടു. അപ്പൊ അതിന്റെ ഒരു വിഷമമൊക്കെ സ്വാഭാവികമായിട്ടും വരും. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. പക്ഷെ ഈ തവളകളുടെ ഒരു പ്രത്യേകതയാണ്, ഈ തവളകൾക്ക് തവളകളെയും തിരിച്ചറിയാൻ പറ്റത്തില്ല, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും. എല്ലാം ഈ മാക്രികളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് മാക്രികളുടെ കഥ പറയാമല്ലോ. ഒരു കുളത്തില് കുറെ അഹങ്കാരികളായിട്ടുള്ള തവളകൾ. നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ച് കളയുമെന്ന്. ആനയുടെ മസ്തകത്തിൽ ഇരുന്ന തവളയെ നോക്കിയിട്ട് താഴെ കിടന്ന തവളയുടെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, ചവിട്ടി താക്കടാ നായിന്റെ മോനെ പാതാളത്തിലേക്കുന്നു. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു മനോഭാവം. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയം ഉണ്ടോ? അപ്പൊ ആരെയാണ് ചവിട്ടിതാക്കാൻ നോക്കുന്നതെന്നും തിരിച്ചറിവില്ല, ഓപ്പോസിറ്റ് വരുന്ന ലോറിയാണെന്നും ബോധമില്ല. ഇതിങ്ങനെ അങ്ങ് പെരിപ്പിക്കും. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. സഞ്ജയന്റെ പുസ്തകങ്ങളിൽ ഒരു വാക്കുണ്ട്, കൂപമണ്ടൂകം. ഒട്ടക്കണത്തിലെ തവളാന്ന് നമ്മൾ പറയും. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. അതായത് ഈ കുളത്തിന്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട് അപ്പുറത്തോട്ട് ചാടും. ക്ഷമിക്കണം, നമ്മുടെ ഇതിന്റെ ഈ കിണറിന്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട് ഇത് അപ്പുറത്തോട്ട് ചാടും. എന്തിനാ ചാടുന്നറിയാവോ? ആരോ ഒരാൾ പറഞ്ഞടാ തവളെ നീ കടല് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. സ്വാഭാവികം. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. അപ്പൊ കടലിൽ ഇവർ കണ്ടിട്ടില്ല. അപ്പൊ ഇവരുടെ ഒരു ധാരണ ഈ ഈ നമ്മുടെ കിണറിന്റെ ഉള്ളിന്റെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിൽ ചാടിയിട്ട് ഒറ്റ ചോദ്യമാണ്, ഇത്രേ കൊണ്ടോടാ നിന്റെ കടല്? ആകെ കുളമായി. പിന്നെ കുളത്തിൽ വീണോ? ഇതിലും ഭേദം കുളത്തിൽ വീഴുന്നതായിരുന്നു. കടൽ എത്ര വലുതാണെന്ന് ഇവര് ചിന്തിക്കാനുള്ള ശേഷിയുമില്ല. അപ്പുറത്തുള്ള ആൾക്കാരെ കുറിച്ചും കാണാത്തതിനെ കുറിച്ചും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത മനുഷ്യരുണ്ട്. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞ, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. വിജയിച്ചില്ലെന്നുണ്ടെങ്കിൽ പൊട്ടി പൊട്ടി കരഞ്ഞ് ജീവിതം ചോദിച്ചു വാങ്ങണ്ടായിരുന്നു, അതും കൊങ്ങയ്ക്ക്. തൽക്കാലം ഇത്രയും മതി, തരട്ടെ.